കുവൈത്ത് പ്രവാസ ലോകത്തെ മുഴുവൻ നടുക്കിക്കൊണ്ട് 3 മാസമായി കാണാതായ ഇന്ത്യൻ പ്രവാസിയുടെ മൃതദേഹം അൽസൽമി മരുഭൂമിയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ മാർച്ച് 19-ന് സ്ഥാപന ഉടമയ്ക്കൊപ്പം ജോലിക്ക് പോയതിനു ശേഷം ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷനായ പ്രവാസിയെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഒടുവിൽ കടുത്ത ഒരു കുറ്റകൃത്യത്തിന്റെ ചുരുളഴിച്ചിരിക്കുന്നത്. സാധാരണ ഒരു കാണാതാവൽ കേസ് എന്ന നിലയിൽ നിന്ന് കുവൈത്ത് പോലീസിന്റെ ശക്തമായ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ക്രൂരമായ ഈ ചതിയുടെ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ കേസിന്റെ മോഡസ് ഓപ്പറാണ്ടി പരിശോധിക്കുമ്പോൾ പ്രതികൾ നിയമത്തെ എത്രത്തോളം കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വ്യക്തമാകും. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സ്പോൺസറും തൊഴിലാളിയും ഒരുമിച്ച് വാഹനത്തിൽ പോകുന്നത് കണ്ടെത്തിയിരുന്നുവെങ്കിലും മടങ്ങി വരുമ്പോൾ സ്പോൺസർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് സ്ഥാപന ഉടമയുടെ മകൻ കുറ്റം സമ്മതിച്ചത്. ജോലിസ്ഥലത്ത് വെച്ച തൊഴിലാളിയുടെ ദേഹത്തേക്ക് ക്രെയിൻ വീണ അപകടം സംഭവിക്കുകയായിരുന്നു എന്നും തുടർന്നുണ്ടായ കടുത്ത നിയമ നടപടികളിൽ നിന്നും ഭീമമായ നഷ്ടപരിഹാരത്തിൽ നിന്നും രക്ഷപ്പെടാൻ താനും പിതാവും ചേർന്ന മൃതദേഹം മരുഭൂമിയിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയുമായിരുന്നു എന്നുമാണ് പ്രതി വെളിപ്പെടുത്തിയിരുന്നത്. നിലവിൽ കുവൈത്ത് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കമ്പനി ഉടമയുടെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപകടം നടന്ന ഉടൻ തന്നെ രാജ്യം വിട്ടുപോയ പ്രധാന പ്രതിയായ സ്പോൺസറെ കണ്ടെത്താനുള്ള അന്താരാഷ്ട്ര നിയമ നടപടികളും ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ തങ്ങളുടെ തൊഴിലിടങ്ങളിലെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചും സ്പോൺസർമാരിൽ നിന്നുള്ള ഭീഷണികളെക്കുറിച്ചും കൃത്യസമയത്ത് തന്നെ ഔദ്യോഗിക സംവിധാനങ്ങളെയും എംബസിയെയും അറിയിക്കാൻ തയ്യാറാകണം. പ്രവാസ ലോകത്ത് നിശബ്ദമാകപ്പെടുന്ന ഇത്തരം കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളെയും കുറ്റകൃത്യങ്ങളെയും കുറിച്ചുള്ള കൃത്യമായ അപകടങ്ങളിൽ നിന്നും ചതികളിൽ നിന്നും സ്വയം പ്രതിരോധിക്കുന്നതിനും ഈ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. പ്രവാസികളായ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സുരക്ഷയ്ക്കായി ഈ നിർണായക വാർത്താ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.